അപ്പൊ ദേ രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ ദേ ചായക്കുള്ള പാലങ്ങ് അടുപ്പിലോട്ട് വെച്ച് ഇനി ആ പാൽ അവിടെ നിന്ന് തിളച്ചു വരുന്ന നേരം കൊണ്ട് രാവിലെ കടലക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് തലേ ദിവസം ഞാൻ കുറച്ച് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കറിയായിട്ട് കടലക്കറിയോ ഗ്രീൻ പീസ് കറിയോ കിഴങ്ങറിയോ ഒക്കെ ഉണ്ടെങ്കിൽ എന്റെ രണ്ട് പിള്ളേർക്കും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ കൂടെ കഴിക്കാൻ ഒന്നും ഇല്ലെങ്കിലും കറി മാത്രമായിട്ടും രണ്ടുപേരും കഴിച്ചോളുവേ. അതുകൊണ്ട് ഇതൊക്കെ കറി വെക്കുന്ന ദിവസങ്ങളിൽ രാവിലെ അവരെ കഴിപ്പിക്കാൻ വലിയ പാടൊന്നും ഇല്ല. അപ്പൊ ദേ കടല നല്ലോണം അങ്ങ് കഴുകി എടുത്തിട്ട് കുക്കറിലോട്ട് അങ്ങ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് ഞാൻ ഒരു സവോളയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു നേരം കൂടെ നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് തേയിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ചായ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കടല വേവിക്കാൻ വെക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കറിനകത്തോട്ട് അടച്ച് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഈ ഒരു 3-4 വിസിലടിച്ചെടുക്കുമ്പോൾ തന്നെ കടല നല്ലപോലെ വെന്ത് കിട്ടുവേ. ആ ഒരു നേരം കൊണ്ട് ചൂടൊക്കെ ആറി പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ചായയും കൂടെ അങ്ങ് പഞ്ചസാരയൊക്കെ ഇട്ട് അങ്ങ് ഊറ്റിയെടുത്തു. എനിക്കാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ ചൂടോടുകൂടി ഒരിച്ചിരി കാപ്പിയോ ചായയോ എന്തെങ്കിലും ഒന്ന് കുടിക്കണം കേട്ടോ. അല്ലെങ്കിൽ അന്നത്തെ ഒരു ദിവസം മൊത്തം എനിക്ക് തലവേദനയായിരിക്കും. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കടലക്കറിക്കുള്ള സവോളയൊക്കെ ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞെടുക്കുവാണ്. അപ്പൊ നമുക്ക് ഇവിടെ ആണെങ്കിൽ തൈപ്പൂയത്തിന് നോയമ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചേട്ടനും മോനും മാല ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുക്കളയിൽ കയറിയിട്ടുള്ളത്. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ആ ബ്രെഡിന്റെ കവർ കാണിച്ച് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്രെഡിന്റെ കവറിൽ ഒരു ഗ്രീൻ കളറിൽ ഒരു മാർക്ക് കണ്ടു. എനിക്കാണെങ്കിൽ ഇത്രയും നാളായിട്ടും അറിയത്തില്ലായിരുന്നു കേട്ടോ ആ ഒരു മാർക്ക് എന്തിനാണ് കൊടുത്തിട്ടുള്ളത്. ചേട്ടൻ ഇവിടെ ഈ ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ മാല ഇട്ട സമയത്ത് എന്തിനാ വാങ്ങിച്ചതെന്ന് ചോദിച്ചപ്പോഴാണ് കേട്ടോ എനിക്ക് പറഞ്ഞു തരുന്നത് ആ ഒരു ഗ്രീൻ കളറിൽ കാണുന്ന മാർക്ക് വെജിറ്റേറിയൻ ആണെന്നുള്ളൊരു മാർക്കാണെന്ന്. സത്യം പറഞ്ഞ അന്നേരമാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് ഈ ഒരു ഗ്രീൻ കളർ ഇതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പൊ എന്നെ പോലെ ഇപ്പൊ ഈ ഒരു കാര്യം അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം. അപ്പൊ നമ്മുടെ കടലക്കറി റെഡിയാക്കാനായിട്ട് അത് ഇവിടെ കടുക് വറുത്തിട്ട് സവോളയും വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് വഴന്ന് വന്നപ്പോഴത്തേനും ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ട് അത് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് മൂത്ത് വരുന്ന നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കടലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ കുറച്ച് കടല എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അരച്ച് ചേർക്കാനായിട്ട്. എന്നിട്ട് കടലയ്ക്ക് ചാറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള കടലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കടലക്കറി റെഡിയായി കിട്ടും. ഇതിനിടയ്ക്ക് ഞാൻ ബ്രെഡും കൂടെ ഒന്ന് ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ബ്രെഡും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ നല്ല ചൂട് ബ്രെഡും അതിന്റെ കൂടെ നല്ല ചൂട് കടലക്കറിയൊക്കെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനെടുത്തേ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ബ്രെഡ് കഴിച്ചില്ലെങ്കിലും അതിന്റെ കൂടെയുള്ള കടലക്കറി രണ്ടുപേരും എന്തായാലും കഴിക്കുമെന്ന്. കഴിക്കാൻ കൊണ്ട് കൊടുത്തപ്പോഴേ രണ്ടുപേരും ആദ്യം എടുത്ത് കഴിച്ചത് കടലക്കറിയാണ്. അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷം ഇതൊക്കെയായിരുന്നേ.